തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ട്രോമ ICU വാർഡുകളിൽ ദുരിതം. തുണി കൊണ്ട് കെട്ടിമറച്ചാണ് ICU വാർഡുകളുടെ പ്രവർത്തനം. കാഷ്വാലിറ്റിയിലെത്തുന്ന രോഗികൾക്ക് ICU ബെഡുകൾ നൽകാൻ കഴിയുന്നില്ല. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ യോഗം വിളിച്ചു. കഴിഞ്ഞ മാസം 17-നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ തീപിടുത്തമുണ്ടാകുന്നത്. 36 ബെഡുകളുള്ള സർജിക്കൽ ട്രോമ ICU വാർഡുകളാണ് ഒഴിപ്പിച്ചത്. ഒരു മാസം കഴിഞ്ഞിട്ടും വാർഡുകൾ പ്രവർത്തന സജ്ജമാക്കാനായില്ല. നിലവിൽ 7-8 വാർഡുകളിൽ മുണ്ട് വലിച്ചു കെട്ടിയാണ് സർജിക്കൽ ട്രോമ കെയർ വാർഡുകൾ പ്രവർത്തിക്കുന്നത്. കാഷ്വാലിറ്റിയിൽ ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്ക് ICU ബെഡുകൾ നൽകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഗുരുതര പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച സർജിക്കൽ വകുപ്പ് മേധാവി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും കത്ത് നൽകി. കാലതാമസത്തിന് പിന്നിൽ PWDയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗവും ക്ലിയറൻസ് നൽകാത്തതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ യോഗം വിളിച്ചു. വകുപ്പ് മേധാവിമാരും സൂപ്രണ്ടും ഇലക്ട്രിക്കൽ PWD ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. തീപിടുത്തമുണ്ടായി ഒരു മാസം കഴിഞ്ഞിട്ടും സർജിക്കൽ ട്രോമ കെയർ വാർഡുകൾ പ്രവർത്തന സജ്ജമാകാത്തത് വീഴ്ച തന്നെയാണ്. പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പ്രിൻസിപ്പൽ വിളിച്ച യോഗത്തിൽ പരിഹാര നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, റിപ്പോർട്ടർ.